ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗ് ഞാൻ സംസാരിക്കുന്നത് ഫിൻലാൻഡിൽ എങ്ങനെ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യും, അത് എന്തിനു ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് നല്ലൊരു വെതറാണ് കേട്ടോ. 13 ആണ്, സൺഡേ ആണ് സാധാരണ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടാലോ. ഫസ്റ്റ് നമുക്ക് ഫുഡ് വേസ്റ്റ് എടുക്കാം. ഫുഡ് വേസ്റ്റ് സാധാരണ ഇടുന്നത് ബയോ ബാഗിലാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേപ്പർ മെറ്റീരിയലാണ്, അത് കമ്പോസ്റ്റ് ചെയ്യാൻ ഈസിയാണ്. അത് ഫുഡുമായിട്ട് മിക്സായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യാറില്ല. പ്ലാസ്റ്റിക്കിനൊക്കെ സെപ്പറേറ്റ് വേസ്റ്റ് കവറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫിൻലാൻഡിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ച് സ്ട്രിക്റ്റാണ് കേട്ടോ. ഫിൻലാൻഡ് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കൺട്രിയാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ സൂക്ഷിക്കാറുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ, കാർട്ടണുകൾ, പേപ്പറുകൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്കും ഈസിയാണ്, സെഗ്രിഗേറ്റ് ചെയ്യാൻ അവർക്കും എളുപ്പമാണ്. അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ എൻവയോൺമെൻറ്റ് കേട്ടോ. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി എർത്തിനെ സേവ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് കേട്ടോ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ. ഫിൻലാൻഡിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാ സെപ്പറേറ്റുകൾ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. നമ്മളങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ടൈം വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് പ്രൗഡായിട്ടിരിക്കാം. നമ്മൾ നമ്മുടെ എർത്തിനെ സേവ് ചെയ്യുകയാണെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബൈ ബൈ, സി യു. താങ്ക് യു ഫോർ വാച്ചിങ്.